മഴ കുറയുമ്പോൾ വരുന്ന രണ്ട് കാര്യം, ഒന്ന് ജലലഭ്യത കുറയുന്നു, നമ്മളെ ജലവൈദ്യുത പദ്ധതികളിലെ ജലശേഷി കുറയുന്നു, അപ്പോൾ നമുക്ക് ഉൽപ്പാദനം കുറയും. വേറൊരു കാര്യം, മഴ കുറയുമ്പോൾ ചൂട് കൂടും, എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ സയൻസ് ആണ്. അപ്പം നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നു. ഇത് രണ്ടുമാണ്, അതിൻ്റെ രണ്ട് സൈഡിലെ എഫക്റ്റ് നമ്മളെ മോശമായിട്ട് ദോഷമായിട്ട് ബാധിക്കുന്നു. പരിഹരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് കേരളത്തിന് കിട്ടുമായിരുന്ന 4.29 പൈസയ്ക്ക് 4 രൂപ 29 പൈസയ്ക്ക് കിട്ടുമായിരുന്ന ദീർഘകാല കരാർ അത് റദ്ദാക്കപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധി. 465 മെഗാവാട്ട്. അപ്പം നമ്മൾ ഈ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് 1000 മെഗാവാട്ടിന് താഴെയാണ്. 600 മെഗാവാട്ടാണ് നമ്മളെ ക്രൂഷ്യൽ ടൈമിൽ പീക്ക് അവറിൽ നമുക്ക് കുറവ് വരുന്നത്. ആ 425 മെഗാവാട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ ഫുട്ബോളിനുൾപ്പെടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് പകൽ സമയത്ത് ഇഷ്ടം പോലെ വൈദ്യുതി ഉണ്ട്. എന്താണ് കാരണം? സോളാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പകൽ സമയത്ത് ഉൽപ്പാദനം കൂടുതലാണ്, ഉപയോഗം കുറവാണ് പകൽ സമയത്ത്. അതേസമയത്ത് ഇത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് സംവിധാനമില്ല. രാത്രിയിലാണ് നമുക്ക് ആവശ്യം വരുന്നത്. പകൽ ചെറിയ പൈസയ്ക്ക് കിട്ടുന്നത്, 1 പൈസയ്ക്ക് വരെ കിട്ടുന്നത്, രാത്രി നമ്മൾ 10 രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയും കിട്ടാനില്ല. അവർ സമരം ചെയ്യേണ്ടത് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയവർക്ക് അത് പാലിക്കാനോ നടപ്പിലാക്കാനോ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായില്ല. പിണറായി ഗവൺമെന്റ് തയ്യാറായില്ല. അവർക്കെതിരെ സമരം ചെയ്യുന്നു. നന്നായിട്ട് കാണാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്, അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. രാജ്യത്തെ കോടിക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെ ആശങ്കപ്പെടുത്തുന്ന, അവരുടെ ഭാവി തകർക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷകളിലെ പ്രവേശന പരീക്ഷയും അതുപോലെ മറ്റ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷയിലെ ക്രമക്കേടും ഏറെ ആശങ്കാജനകമാണ്. അത് സംബന്ധിച്ച് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധങ്ങൾ രാജ്യത്തൊട്ടാകെ ശക്തി പ്രാപിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഛാത്രോം കി ഗൂഞ്ച്, വിദ്യാർത്ഥികളുടെ ഗർജനം, രാജ്യവ്യാപകമായിട്ട് ആ പ്രചരണം രാഹുൽജി ഏറ്റെടുത്തു. കോട്ടയിൽ ആരംഭിച്ച് ഡെറാഡൂണിൽ ലക്ഷക്കണക്കിന് യുവാക്കളെ അണിനിരത്തിക്കൊണ്ടാണ് ആ പ്രതിഷേധ ശബ്ദം ശക്തമായിട്ട് രാജ്യത്ത് തുടരുന്നത്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും അതുപോലെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനങ്ങളെയും പൂർണ്ണമായിട്ടും അഴിമതിക്കാർക്ക് വിറ്റ് കാശാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ്. 2014 ശേഷം ഇന്ത്യയിൽ 152-ലധികം ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. ഇത് നേരിട്ട് ബാധിച്ചത് 7.5 കോടിയോളം വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയുമാണ്. 152-ലധികം ചോദ്യപേപ്പർ ചോർച്ചാ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ബാധിക്കുന്നത് 7.5 കോടിയിലധികം വരുന്ന ആളുകളെയാണ്. ജീവിതം വെച്ചുകൊണ്ടുള്ള ഈ കളി അത് വെളിച്ചത്ത് കൊണ്ടുവരാനോ അതിനുത്തരവാദികളായവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനോ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു സർക്കാർ ജോലിക്കായിട്ട് ഒരു വ്യക്തി 15 മണിക്കൂറിലധികം പഠിച്ച് 5 വർഷത്തിലധികം തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഒരു പരീക്ഷയ്ക്ക് പോരുന്നത്. അതിന് കോടിക്കണക്കിന് ആളുകളുടെ ചോരയും നീരും അതിൽ അർപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് സാമ്പത്തിക ചെലവുണ്ട്. അത്തരത്തിലുള്ള തയ്യാറെടുപ്പിന് ശേഷം നടക്കുന്ന പരീക്ഷകൾ കുറ്റമറ്റതാകണം, നീതിപൂർവമായിരിക്കണം, ന്യായയുക്തമായിരിക്കണം. ചോദ്യപേപ്പറുകൾ പണം കൊടുത്താൽ കിട്ടും എന്ന അവസ്ഥ വരരുത്. അനർഹർക്ക് അവിടെ പ്രവേശനവും അതുപോലെ തന്നെ ജോലിയും കിട്ടുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത് 9 കോടിയിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് രാജ്യത്തെ. അതിന് പകുതി വരുന്ന ജോലികൾക്ക് വേണ്ടി ഇത്തരത്തിൽ കേഴുന്നത് വലിയ പ്രയാസമാണ് അവരിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ മുൻനിര പരീക്ഷാ ചോദ്യപേപ്പറുകൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കപ്പെടുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നീറ്റ് 2026 ചോദ്യപേപ്പർ വിറ്റത് 40 ലക്ഷം രൂപയ്ക്കാണ്. നീറ്റിന്റെ ചോദ്യപേപ്പർ വിറ്റത് 40 ലക്ഷം രൂപയ്ക്കാണ്. ഒഡീഷ പോളിസീസ് SI 2025 ചോദ്യപേപ്പർ വിറ്റത് 25 ലക്ഷം രൂപയ്ക്കാണ്. IIT JEE 2021-25 ചോദ്യപേപ്പർ വിറ്റത് 15 ലക്ഷം രൂപയ്ക്കാണ്. ഇത്തരത്തിലുള്ള ചോർച്ചകളുടെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ നിരവധി വിദ്യാർത്ഥിനികൾ ജീവനൊടുക്കുന്ന സംഭവം രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഈ തകർച്ചയ്ക്ക് ഉത്തരവാദിയായ കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധിയായ പ്രക്ഷോഭങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് യുവജന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നു. വിദ്യാഭ്യാസത്തിന്റെ ഭാവിയെയും യുവാക്കളുടെ ഭാവിയെയും രക്ഷിക്കണം. അതിനുവേണ്ടി കോൺഗ്രസ് നേതൃത്വം ശക്തമായിട്ടുള്ള സമരമുഖത്താണ്.
ആഗസ്റ്റ് 1 ലോകഭവന് മുൻപിൽ യുവജന രോഷം അതിശക്തമായിട്ട് ആളിക്കത്തുന്ന രൂപത്തിലുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഇതിനെല്ലാം യുവാക്കളുടെയും ബഹുജനങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന ഈ സമരത്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെയും നല്ലവരായ ജനങ്ങളുടെയും എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുകയാണ്. എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഈ പോരാട്ടം വിജയത്തിലേക്ക് എത്തും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ്. അത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ, യൂത്ത് കോൺഗ്രസും NSUയും ഒക്കെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്തെ പരിപാടികളും അവരാണ് സംഘടിപ്പിച്ചത്. ഞാൻ ആ പരിപാടി പങ്കാളികളായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ KSU എന്ന് പറഞ്ഞൊരു സംഘടന ഈ വിഷയം ഒരു സ്ഥലത്ത് പോലും അഡ്രസ് ചെയ്തായിരുന്നു. ഇല്ല, KSU നമ്മളെ ലോക്ഭവനിലേക്ക് എത്ര മാർച്ച് നടത്തി. NSUവിന്റെ ബാനറിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ KSU അതിൽ കേരളത്തിൽ പങ്കാളികളാണ്. സജീവമായിട്ട് തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയും ചോരുന്നതും മാറിപ്പോകുന്നതും ഒക്കെ നിരവധിയായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഇതിന്റെ തനിപ്പതിപ്പാണ് നടക്കുന്നത്. PSCയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് കേരള ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതുമായിട്ട് സഹകരിക്കാൻ PSC തയ്യാറാകേണ്ടതായിരുന്നു. മറിച്ച് അവരെന്തോ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അന്വേഷണത്തിൽ നിന്ന് പിന്തിരിയാൻ, അന്വേഷണത്തെ ദുർബലപ്പെടുത്താൻ അവർ പരിശ്രമിക്കുന്നത്. ആ പരിശ്രമം നടക്കില്ല. ശക്തമായിട്ടുള്ള അന്വേഷണ നടപടികളിലൂടെ PSCയുടെ ക്രമക്കേടുകൾ തുറന്നു കാട്ടപ്പെടും. നടപടികൾ സ്വീകരിക്കും. ഗവൺമെന്റ് അതിൽ പ്രതിജ്ഞാബദ്ധമാണ്. അതിശക്തമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഛാത്രോം കാ ഗൂഞ്ച്, വിദ്യാർത്ഥികളുടെ വികാര പ്രകടനം, പ്രതിഷേധ ശബ്ദം, അതാണ് അതിന്റെ ഹിന്ദി. വേറെന്താ, മഴയൊക്കെ എങ്ങനെയുണ്ട്? അതെയോ? മഴയുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ട്. നമ്മളതിന്റെ കണക്ക് തന്നെ പറഞ്ഞായിരുന്നു. മഴയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഞാൻ പഠിച്ച, നിങ്ങളൊക്കെ എന്നെക്കാൾ ജൂനിയേഴ്സ് ആയതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല. മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ. മഴക്കാർ കാണുമ്പോൾ മയിലാണ് കൗതുകത്താൽ നൃത്തം ചെയ്യുന്നു. ഇപ്പം മഴക്കാർ വാനിലേറുമ്പോൾ മന്ത്രി ആടുന്നു കൗതുകാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്തി എഴുതാം. മഴയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇത് ഇന്ത്യ രാജ്യത്തും ലോകത്ത് തന്നെയുള്ളൊരു പ്രതിഭാസമാണ് ഈ മഴ കുറയുമ്പോൾ വരുന്ന രണ്ട് കാര്യം. ഒന്ന്, ജലലഭ്യത കുറയുന്നു. നമ്മളെ വൈദ്യുതി പദ്ധതി, ജലവൈദ്യുത പദ്ധതികളിലെ ജലശേഷി കുറയുന്നു. അപ്പോൾ നമുക്ക് ഉൽപ്പാദനം കുറയും. വേറൊരു കാര്യം, മഴ കുറയുമ്പോൾ ചൂട് കൂടും. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ സയൻസ് ആണ്. അപ്പം നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നു. ഇത് രണ്ടുമാണ്. അതിൻ്റെ രണ്ട് സൈഡിലെ എഫക്റ്റ് നമ്മളെ മോശമായിട്ട് ദോഷമായിട്ട് ബാധിക്കുന്നു. പരിഹരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട്, കേരളത്തിന് കിട്ടുമായിരുന്ന 4.29 പൈസയ്ക്ക്, 4 രൂപ കിട്ടുമായിരുന്ന ദീർഘകാല കരാർ അത് റദ്ദാക്കപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധി. 465 മെഗാവാട്ട്. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് 1000 മെഗാവാട്ടിന് താഴെയാണ്. 600 മെഗാവാട്ടാണ് നമ്മളെ ക്രൂഷ്യൽ ടൈമിൽ, പീക്ക് അവറിൽ നമുക്ക് കുറവ് വരുന്നത്. ആ 425 മെഗാവാട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ ഫുട്ബോളിനുൾപ്പെടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, നമുക്ക് പകൽ സമയത്ത് ഇഷ്ടം പോലെ വൈദ്യുതി ഉണ്ട്. എന്താണ് കാരണം? സോളാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പകൽ സമയത്ത് ഉൽപ്പാദനം കൂടുതലാണ്, ഉപയോഗം കുറവാണ് പകൽ സമയത്ത്. അതേ സമയത്ത് ഇത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് സംവിധാനമില്ല. രാത്രിയിലാണ് നമുക്ക് ആവശ്യം വരുന്നത്. പകൽ ചെറിയ പൈസയ്ക്ക് കിട്ടുന്നത്, 1 പൈസയ്ക്ക് വരെ കിട്ടുന്നത്, രാത്രി നമ്മൾ 10 രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയും കിട്ടാനില്ല, രാജ്യത്തൊട്ടാകെ വരുന്നതുകൊണ്ട്. പിന്നെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വലിയ വേനൽക്കാലത്ത് കേരള ഗവൺമെന്റ്, അത് ഏത് ഗവൺമെന്റ് ആണെന്നുള്ളതല്ല വിഷയം, ഗവൺമെന്റ് അന്ന് വായ്പ വാങ്ങിയിരുന്നു. അത് കടം എന്ന് പറഞ്ഞാൽ പച്ചക്കടമാണ്. സാപ്പ് എഗ്രിമെന്റ് എന്ന് പറയും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വായ്പ വാങ്ങിയ വൈദ്യുതിയുണ്ട്. അത് ജൂൺ 15 മഴ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വായ്പ വാങ്ങുന്നത്. അത് നമ്മൾ തിരികെ കൊടുക്കുകയാണ്. സെപ്റ്റംബർ 15 വരെ തിരികെ കൊടുക്കണം. ഏപ്രിൽ മാർച്ച് മാസങ്ങളിലേക്ക് വാങ്ങിയത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ നമ്മൾ തിരികെ കൊടുത്ത് തീർക്കണം. ഇതുവരെ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാവുന്നത് അധിക വില കൊടുത്തു. പകൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾ വാങ്ങുമ്പം പകലും രാത്രിയിലേക്കാണ് വാങ്ങുന്നത്. അപ്പോൾ വിൽക്കുന്ന ആളുകൾ പകൽ സമയത്ത് അവർക്ക് എടുക്കുന്നില്ലെങ്കിൽ, അവരുടെ സാധനം എടുക്കുന്നില്ലെങ്കിൽ അവർ വില കിട്ടില്ലല്ലോ. അപ്പോൾ അവർ രാത്രിയും പകലും എടുക്കുന്ന സ്ഥാപനങ്ങളെയോ സംസ്ഥാനങ്ങളെയാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് കൊടുക്കുന്നത്. നമ്മളതുകൊണ്ട് രാത്രിയും പകൽ ആവശ്യമില്ലാത്തതും കൂടെ വാങ്ങാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതിനിപ്പം ഇന്നലെ കിട്ടിയിരിക്കുന്ന കമ്മീഷൻ അനുവാദം കിട്ടിയിരിക്കുന്ന ആ സ്കീമിൽ നമ്മൾ 200 മെഗാവാട്ട് വാങ്ങുമ്പോൾ തന്നെ 850 കോടി രൂപ അതിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതൊരു പാക്കേജായിട്ടാണ് വാങ്ങുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല, രാത്രി കിട്ടില്ല. അത് കൂടുതൽ പൈസ ചെലവഴിക്കേണ്ടി വരുന്നു രാത്രിക്ക് വേണ്ടി.
അത് വലിയ ബാധ്യത ഉണ്ടാക്കും. അത് ഉണ്ടാക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 850 കോടി രൂപ ആ ഒരു പർച്ചേസ് സ്കീമിൽ തന്നെ നമുക്ക് ചെലവ് പ്രതീക്ഷിക്കാം. അവര് സമരം ചെയ്യേണ്ടത് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയവർക്ക് അത് പാലിക്കാനോ നടപ്പിലാക്കാനോ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായില്ല, പിണറായി ഗവൺമെന്റ് തയ്യാറായില്ല. അവർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്. നന്നായിട്ട് കാണാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്, അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ സാധാരണഗതിയിൽ ഇപ്പൊ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എല്ലാ അറേഞ്ച്മെന്റും ചെയ്യുന്നുണ്ട്. അധിക വില കൊടുത്തും ഈ ദിവസം രാത്രിയും പകലും നമുക്ക് പവർ സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, നടപ്പിലാവും. അതിപ്പോ പകൽ സമയത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. ലോകകപ്പ് വരുമ്പോഴും കൂടുതൽ സമയം ഉപയോഗിക്കുന്നുണ്ട്, പീക്ക് അവറിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ മാത്രമായിട്ട് പ്രത്യേകം തരംതിരിച്ചിട്ടുണ്ടാവും. മുൻ മന്ത്രി വൈദ്യുതി മന്ത്രി എം എം മണി പറയുന്നത് സണ്ണി ജോസഫിന് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പറയുന്നതാണ്. അതായത് ഞാൻ ഏതായാലും ചോദ്യം മനസ്സിലായിരുന്നു. മണിയാശാന് ഞാൻ ശിഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയാൻ എൻ്റെ നാവിന് ശക്തിയില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ, ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. വാട്ട് ദേ ഹാവ് ഡൺ? എന്ത് ചെയ്തു? പവർ കട്ട് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ നിങ്ങൾക്ക് ഇട്ടു തന്നിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് അതിന് മുൻപായിട്ട് ഏപ്രിൽ മാസത്തിൽ പവർ കട്ട് ഇല്ലായിരുന്നു. കൃഷ്ണൻകുട്ടിക്കെതിരെ വിമർശനം വന്നില്ലേ? ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഏപ്രിൽ 22 മുതൽ 27 വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. മെയ് 11, 12 തീയതികളിലുണ്ടായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഗവൺമെന്റ് വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത് മെയ് 18-നാണ്. എനിക്ക് ആ ചാർജ് കിട്ടുന്നത് അതിന് ശേഷമാണ്. ആ സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ KSUവിന്റെയും കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് ഇതൊരു പവർ കട്ടാണെന്നാണ്. ഇപ്പൊ പറയുന്നത് അത് പവർ കട്ടല്ല. അതിനൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് എല്ലാ നിയന്ത്രണത്തെയും ഒരു കാറ്റ് വന്ന് മരം വീണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാലും അതിന് പവർ കട്ടെന്നാണ് ആളുകൾ വിളിക്കുന്നത്. ടെക്നിക്കലി അതിന് വേറെ ഡെഫിനിഷനൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇല്ല, അതൊക്കെ യോജിച്ചു പോകാനുള്ള നടപടികൾ സ്വീകരിക്കും. അതൊക്കെ അവസാനിപ്പിക്കണം, യോജിച്ചു പോകണം. വിമർശനങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ഒതുക്കി നിർത്തണം. പരസ്യ വിമർശനങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയാം. എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അവർ ചില പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഈ വൈദ്യുതി മേഖലയെ ബന്ധപ്പെട്ട് കർണാടക അധികമായി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ അത് വാങ്ങാൻ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നത് ഒരു കാര്യമുണ്ട്. ഇതൊന്നും ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ ചോദ്യത്തിന് അർജുന്റെ ചോദ്യത്തിനും കൂടെ മറുപടി പറഞ്ഞേക്കാം. മണിയാശാൻ എവിടെ പോയിട്ടാ, ആരോടാ സംസാരിച്ചത്? അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ മന്ത്രി പോയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞല്ലോ. മണിയാശാൻ എവിടെ പോയിട്ടാ, കൃഷ്ണൻകുട്ടി ചേട്ടൻ എവിടെ പോയിട്ടാ സംസാരിച്ചത്? അല്ല, അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ പവർ പർച്ചേസിനൊക്കെ ഒരു രീതിയുണ്ട്, വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഞാൻ ചെയർമാൻ രാജമാണിക്യം IASനെ എല്ലാ ദിവസവും രാവിലെ എൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി വൈദ്യുതിയുടെ ഇന്നത്തെ ബോർഡ് ഡയറക്ടേഴ്സിനെ എല്ലാ ദിവസവും അടിയന്തര സാഹചര്യത്തിൽ എല്ലാ ദിവസവും വിളിച്ചു വരുത്തി, ഇന്നലെയും വിളിച്ചു വരുത്തി അവരുമായിട്ട് ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് ചർച്ച ചെയ്യുന്നുണ്ട്. ആ കാര്യമൊന്നും എല്ലാ ദിവസവും പത്രങ്ങളിൽ കൊടുക്കുന്നില്ല. മന്ത്രി ചെയ്യുന്നതും ബോർഡ് ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും പത്രത്തിൽ കൊടുക്കുന്നില്ല. ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളെ പല സമയത്ത് മാധ്യമങ്ങളെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും ഈ കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രയാസം ഏതെങ്കിലും ഗവൺമെൻറ് മാറിയതുകൊണ്ടോ മന്ത്രി വന്നതുകൊണ്ടോ അല്ല, കാലാവസ്ഥകളിൽ വന്ന മാറ്റമാണ്. ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കേരളം നമുക്ക് ഇത്രയും ജലസമ്പത്തുണ്ടായിട്ട് നമുക്ക് ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. നമുക്കിപ്പോൾ ആകെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന 1600 മെഗാവാട്ടാണ്. 4700, 5000 അതിൻ്റെ മുകളിൽ മെഗാവാട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതുവരെ എല്ലാ കൊട്ടിഘോഷിക്കുമ്പോഴും ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന 1600 1700 മെഗാവാട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ബാക്കി 650 നമ്മൾ ദീർഘകാല കരാറാണ്. 150 മെഗാവാട്ട് ഹ്രസ്വകാല കരാറിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ എല്ലാ അവകാശവാദങ്ങളും ഉന്നയിക്കുമ്പോഴും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന 1600. ഞാൻ നാളെ ഏതായാലും ശ്രീകണ്ഠപുരത്തെ ബസ് പ്രൊജക്റ്റും മയിലാട്ടിയിലെയും മുള്ളേരിയയിലെയും ബസ് സംവിധാനം, ബസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി എനർജി സ്റ്റോറേജ്, അത് പഠിക്കാൻ വേണ്ടി വേഗത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇത്
കൂടുതലായിട്ട് എല്ലാവരെയും പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാവും, പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാവും. കർണാടക മന്ത്രി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതാരാ കർണാടകത്തിലെ വൈദ്യമന്ത്രി ആരാന്നറിയോ? KJ ജോർജാണ്. അദ്ദേഹം ഇന്നലെ 2 പ്രാവശ്യം എന്നോട് ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരും. ആ സമയത്തിന് തീർക്കാനാണ് പ്ലാൻ ഇടുന്നത്. അത് അവർക്ക് വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നോട് ചെയർമാൻ പറഞ്ഞത് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നടപടി എടുക്കുന്നതാണ്. തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നടപടി ഒഴിവാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നാളെ ആ 3 സ്ഥലവും സന്ദർശിച്ച് എന്താണെന്ന് വിലയിരുത്തി അതിനെ ഡയറക്ടറും പ്രത്യേകിച്ച് ജനറേഷൻ്റെ ഡയറക്ടറോടും അതിൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്മാർ CE ഉൾപ്പെടെയുള്ളവരോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാന്ന് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു എപ്പോഴാ വിജയ് വേണ്ട പറഞ്ഞു? നിങ്ങൾക്ക് എന്താ പ്രയാസമുണ്ട്? ഞാനിപ്പം ഇരിട്ടിയിലേക്ക് വന്ന് നിങ്ങൾ എന്നെ കാണേണ്ടവരുന്നു, അത്രയേ ഉള്ളൂ. ബാരാപ്പോൾ അത് ചോദിച്ചത് നന്നായി ഉന്മേഷേ. നേരത്തെ അവകാശവാദം പറഞ്ഞില്ലേ? ബാരാപ്പോൾ എപ്പോഴാ